മോളെ കവിത കണ്ടോട്ടോ, മനോഹരായിട്ടുണ്ട്. നിർത്തരുത്, ഇനിയും തുടർന്ന് എഴുതിക്കൊണ്ടേയിരിക്കണം. ഓക്കെ? ശരി ടീച്ചർ. ഇങ്ങനെ ഞാൻ എപ്പോഴേ പറഞ്ഞതല്ലേ പ്രിയെ, നാളത്തെ എഴുത്തുകാരിയായിരിക്കും ഈ കുട്ടിന്ന്. ഭാവിയിലെ വൈക്കം മാധവിക്കുട്ടിയാണ് അവൾ. മാധവിക്കുട്ടി അല്ലേ? ഇയാൾക്കൊക്കെ തേങ്ങ അറിയില്ല. ഓട്ടെ, അപ്പൊ ശരി. ഞാൻ ഈ ലോക്കൽ ക്ലാസ് ബേസിലോടൊന്നും മത്സരിക്കാറില്ല. പോടാ. വേറെ ഏതെങ്കിലും കോളേജിൽ കാണോടെ ഇതേപോലെ ഒരേ മരിച്ചോട്ടില്ല SFI മേശു എന്നെ സമ്മതിക്കണോ അല്ലേ? ഓ സമ്മതിച്ചു ചേട്ടാ. എന്താ രേഷ്മ, നേച്ചർ ക്ലബിന്റെ വല്ല പരിപാടി ഉണ്ടോ? അതൊന്നല്ല ചേട്ടാ, അവരാ ഊട്ടിയിലെ മരങ്ങൾ മുറിക്കാനുള്ള പ്ലാനാ. ചേട്ടൻ പെട്ടെന്നൊന്ന് അങ്ങോട്ട് വരണം. മോള് വെക്കൂ, ഞാൻ വരാം. ശരി ചേട്ടാ. ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളോടും അധ്യാപക സംഘടനകളോടും ചർച്ച ചെയ്യണ്ടേ? അങ്ങനെ ഒരു ഉത്തരവാദിത്വം മാനേജ്മെന്റിനല്ലേ? അങ്ങനെ ഒരു തീരുമാനമൊന്നുമില്ല ജീവ. നാച്ചുറൽ ക്ലബിന്റെ സ്ഥലം തിരിച്ചു വാങ്ങിയെന്ന് മാത്രം. എന്നിട്ട് അവിടെ ഞാൻ പറയാം. ഈ കോളേജിന് ചുറ്റും ഏകദേശം 5 ഏക്കർ സ്ഥലം കാട് പിടിച്ച് കിടപ്പുണ്ട്. അത് കോളേജിന്റെ വികസനത്തിനായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അല്ല, ആ സ്ഥലത്ത് എന്ത് വികസനമാണ് നടത്താൻ പോകുന്നത്? അതെന്ത് വേണമെന്ന് വഴിയെ തീരുമാനിക്കാം. ഇപ്പോഴത് വെട്ടിത്തെളിയിക്കുക എന്നുള്ളതാണ് പ്രാഥമിക പരിപാടി. 3 കുളം, 50ഓളം തേക്ക്, മറ്റു മരങ്ങൾ, എല്ലാം 100 വർഷത്തിലധികം പഴക്കമുള്ളത്. ഇതൊക്കെ നശിപ്പിക്കാൻ പോകുന്ന കാര്യമാണ് കുറ്റിക്കാട് വെട്ടിത്തെളിക്കാൻ പോകുന്ന മട്ടിൽ മുരളീധരൻ സാർ പറഞ്ഞത്. നിങ്ങൾക്ക് കള്ളും കഞ്ചാവ് അടിച്ചു കിടക്കാനുള്ള സ്ഥലം പോകുന്നതിന്റെ സങ്കടമാണ്. നിങ്ങൾ ആ സ്ഥലത്തിന് എന്തൊരു പേരിട്ടിട്ടുണ്ടല്ലോ, മൂന്നാറോ കൊടൈക്കനാലോ, എന്താ അത്? ഊട്ടി. അത് ഞങ്ങളിട്ട പേരല്ല, ഇവിടെ പഠിച്ചുപോയി ആരോ ഇട്ടതാണ്.